ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇന്ന് കുറച്ച് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ തരുന്നത് കേട്ടോ. അപ്പോൾ കൊഞ്ചൊക്കെ എടുത്ത് ഞാൻ വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചീരത്തോരനും കൂടെ ഉണ്ടാക്കാൻ തരുന്നത് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അറ്റയുടെ സ്പെഷ്യൽ ചാള തിളപ്പിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കറി കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനൊരു ചാള ലവറൊന്നും അല്ല, പക്ഷേ ഈ കറി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീരത്തോരനുള്ള അരപ്പൊക്കെ ഇട്ട് ഇവിടെ തോരൻ അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കൊഞ്ചിന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാനിലോട്ട് അതിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. അപ്പോൾ അതുപോലെ മട്ടേരിയുടെ ചോറ് വെച്ച് കൊടുത്ത് ചീരത്തോരനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കൊഞ്ച് റോസ്റ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചാള തിളപ്പിച്ച് ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഞാനൊരു ചാള ലവറൊന്നും അല്ല, അപ്പോൾ എനിക്ക് ചാള അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ കറി എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാനത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ കുറച്ച് കൊഞ്ച് റോസ്റ്റും ചീരത്തോരനും കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ച് കഴിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചാള തിളപ്പിച്ചും കൂടെ ഒഴിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിച്ചു കേട്ടോ. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. ഈ ചാള തിളപ്പിച്ചത് കൊല്ലം എറണാകുളംകാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. വേറെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കൊല്ലക്കാരുടെ എറണാകുളംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത്. ഈ ഐറ്റം കാണാൻ വലിയ ലുക്കിലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചീനിയായിട്ടൊക്കെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമുക്ക് ഊണിന് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.